Hi friends, I am Urmila Deepak. In this video, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡൻ ടൂർ ആണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗോപുരം ഒക്കെ പിടിച്ചിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗാർഡൻ ടൂർ ചെയ്യാൻ പോവാണ്. നല്ല ഭംഗിയുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഉള്ള കുറേ ഓർക്കിഡ്സ് ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ടൂർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, എന്നാൽ പോലും നിങ്ങൾക്ക് വളരെ ഇഷ്ടം, ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ അല്ല, നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സജിത എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിയുടെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് അവിടേക്ക് പോയാലോ? എന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുവരാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഗാർഡൻ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയാം. ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ എന്താ പറയുക ബൊഗെയിൻ വില്ല വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ വരുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ടാവും. ഇത്തവണ പൂത്തിട്ടൊന്നുമില്ല, മേ ബി അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ എന്ന് പറയുമ്പോൾ കുറേ ചെത്തികൾ, പല വെറൈറ്റീസിലുള്ള ചെത്തികൾ നിൽപ്പുണ്ട്. ഇനി നമുക്കുള്ളിലേക്ക് കിടക്കാം പതുക്കനെ. രണ്ട് സൈഡിൽ നല്ല തടിച്ച് ഇച്ചിരി പഴക്കമുള്ള മാവുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവർ സിമെൻറ്റ് വെച്ച് കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ പല ടൈപ്പിലുള്ള ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ മാവിലാണ് ഇങ്ങനെ ആന്തൂറിയംസും പിന്നെ മണി പ്ലാന്റും പിന്നെന്താ ബബിൾ പ്ലാന്റും. സാധാരണ ഞാനിവിടെ കുറേ ബബിൾ പ്ലാന്റ് കാണാറുണ്ട്, ഇപ്പോൾ ഇവിടെ ആകെ 3 കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ പല ടൈപ്പിലുള്ള ഫേൺസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്നിപ്പോൾ നമ്മൾ കാണുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് വേർഷനാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത് എഗ്ലോനീമ ലിപ്സ്റ്റിക്കാണ്. കണ്ടോ എന്ത് ഭംഗിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടപ്പോഴാണ് ശരിക്കും നമ്മുടെ ചാനലിൽ ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇൻസ്പയർ ചെയ്യാനായിട്ട്, എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഒരു ഇൻസ്പിറേഷനായത്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കേട്ടോ. ആകെ 2 ടൈപ്പേ ഉള്ളൂ, പക്ഷേ ഉള്ളത് നല്ല ലഷ് ആൻഡ് തിക്കായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഓർക്കിഡ് ട്രീ എന്ന് തന്നെ പറയാം. ഒരു ട്രീ മൊത്തം അവർ ഓർക്കിഡിൻ്റെ കമ്പുകൾ വെച്ച് നിറച്ചിട്ട് പല രീതിയിലുള്ള ഓർക്കിഡ്സ് ഒരേ ട്രീയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഫ്ലവറിങ് ടൈം ആകുമ്പോഴത്തേനും സൂപ്പറായിരിക്കും കാഴ്ച. നമ്മളിപ്പോൾ മാവ് കണ്ടു, അതിൽ കുറേ മാങ്ങയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ അരയിലിയ വെറൈറ്റീസും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളർ ലീഫ് ആ ഒരു ഇലച്ചെടി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു വെരിഗേറ്റഡ് ഗ്രാസ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അതും കൂടെ അറിയുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്ത് ഭംഗിയിലാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താ പറയുക, ഒരു ഡ്രൈ ലീഫ് പോലും ഇല്ലാതെ ലഷ് ആൻഡ് തിക്കായിട്ടാണ് ഇവർ നല്ല ഭംഗിയിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അത്രയും കാര്യത്തോടെ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ക്രീപ്പിംഗ് ചാർലിയാണ്. ഇനിയിപ്പോൾ കാണുന്നത് ഡെവിൾസ് ബാക്ക് ബോൺ, പിന്നെ സ്പൈഡർ പ്ലാന്റ്, ബാംബൂ, മിൽക്കി വേ ബാമ്പു ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ടൈപ്പ് ഡ്രസ്സീന വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 10 മണിപ്പൂ മാത്രമേ, അല്ലെങ്കിൽ ഇതിനെ ടേബിൾ റോസ് എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത്, ടേബിൾ റോസിനെ മാത്രമേ ഈ സമയത്ത് പൂവിട്ടതായിട്ട് ഞാൻ കണ്ടുള്ളൂ. പല ടൈപ്പ് ഉണ്ട് എൻ്റെ ഇടയിൽ, പക്ഷേ ബാക്കി ഒന്നും പൂവിട്ടിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ പോയത് 4 മണി സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ പോയിരുന്നെങ്കിൽ നല്ല അടിപൊളി കാഴ്ച എനിക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ബേബി സൺറോസ് പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളർ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ ലോക്കലായിട്ട് എല്ലാ സ്ഥലത്തും കണ്ടുവരുന്ന പാൻഡനസ് വെറൈറ്റിയാണ്. ഈ ഒരു ഗ്രാസിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല. ടോട്ടലി ഈ ഭാഗം നോക്കുമ്പോഴത്തേനും എൻ്റെ പൊന്നൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് വേറൊരു ട്രീ ആണ്. നല്ല ഭംഗിയുള്ള 2 ഡബിൾ ഷെയ്ഡിലുള്ള ഓർക്കിഡ്സ് ആണ് കേട്ടോ. എനിക്ക് ഇവരുടെ മെയിൻ ഇഷ്ടമായതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓർക്കിഡ്സിൻ്റെ അടിപൊളി കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാനൊന്ന് അറ്റാച്ച് ചെയ്യാം. ഇവർ പല സമയങ്ങളിലായിട്ട് എടുത്ത ഫോട്ടോസാണ്. നമ്മുടെ കലീസിയ റപ്പൻസ് നമ്മുടെ തേനീച്ചക്കൂട് പോലെ ആയി വരുന്നുണ്ട്. നല്ല രസമായിട്ട് ഒരു വീടിൻ്റെ തന്നെ ഒരു മെയിൻ അട്രാക്ഷനായിട്ടാണ് നമ്മുടെ കലീസിയ റപ്പൻസ് ഉള്ളത്. ഇനി അവർ സിറ്റ് ഔട്ടിൽ ഒരു കോർണറിൽ കുറച്ച് ചെടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ വെരിഗേറ്റഡ് സെക്ഷൻസ് ആണ്, എല്ലാം വെരിഗേറ്റഡ് ആയിട്ടുള്ള ലുക്കിലുള്ള പ്ലാന്റ്സ് ആണ്. അതും വൈറ്റ് പോട്ടിലാണ് കൂടുതൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ക്ലിഫേറയും പിന്നെ ഡെവിൾസ് ബാക്ക് ബോൺ, എന്താ പറയുക, അതിൻ്റെ ഒരു വേറൊരു വേർഷനും കൂടി ഉണ്ട്. 2 ടൈപ്പ് ഡെവിൾസ് ബാക്ക് ബോണും പിന്നെ ക്രിപ്റ്റാന്തസ് പ്ലാന്റും, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ 2 വെറൈറ്റീസ്, ഒരു ഡാർക്കും ലൈറ്റും വെറൈറ്റീസ്. പിന്നെ ഇത് നമ്മുടെ പെപ്പറോമിയാണ് കേട്ടോ. പെപ്പറോമിയയുടെ ഒരു വെരിഗേറ്റഡ് വേർഷനാണിത്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല തിക്കായിട്ട് എന്താ പറയുക, ഇടതൂർന്ന് നിൽക്കുന്ന ചില്ലകളായിട്ടാണ്. നല്ല രസമുണ്ട്. ടോട്ടലി ആ ഒരു കോർണർ നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കോർണറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 4 ടയർ പോട്ട്സ് ആണ്. ഇത് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാനും അടുത്ത് തന്നെ വാങ്ങുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു പോട്ട് സ്റ്റാൻഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഒരൊറ്റ കോർണറിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പോട്ടാണ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലേക്ക് ഞാനിത് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് കൂടുതൽ ഓർക്കിഡ് കാഴ്ചകളിലേക്ക് പോവാം. ഇത് വേറൊരു ട്രീ ആണ് കേട്ടോ. ഓർക്കിഡ് ട്രീ തന്നെ നമുക്ക് വിളിക്കാം. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ സൈഡിലാണെങ്കിൽ കുറേ ചെത്തിയുണ്ട്. ഈ ഒരു സൈഡിലെന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പ് വ്യൂ ആണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ഇവിടെയും ഈ ഒരു വെരിഗേറ്റഡ് ഗ്രാസ് നിൽപ്പുണ്ട്. അതിൻ്റെ പേര് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നും ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. പിന്നെ പല ടൈപ്പിലുള്ള എഡീനിയംസ് ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിത്ത് ആയി നിൽക്കുന്ന രീതിയിലാണ്. അതായത് അത്യാവശ്യം മെച്യൂറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡിലുള്ള വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, സൈഡിൽ മൊത്തം നമ്മുടെ റെഡ് റൂബി ഗ്രാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. താഴെയൊക്കെ നമ്മുടെ ഗ്രൗണ്ട് കവറിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ റെഡ് റൂബി ഗ്രാസും അതുപോലെ തന്നെ ഈ ബഫല്ലോ ഗ്രാസൊക്കെ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ലെമൺ ട്രീ വെച്ചിട്ടുണ്ട്. അതിൽ നിറച്ച് നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. നല്ല പടർന്ന മുറ്റം നിറയെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മാവാണ് കേട്ടോ. അതിൽ കുറേ അങ്ങായിട്ട് ഇങ്ങനെ കുറേ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ തിക്കായിട്ട് കുറേ സ്ഥലങ്ങളിൽ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മാവിൻ്റെ ചോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിറച്ച് പിങ്ക് ലേഡി അഗ്ലോനിമയും അതുപോലെ തന്നെ ഡെവിൾസ് ബാക്ക് ബോണും സിങ്കോണിയം വെറൈറ്റീസും എന്താ പറയുക ലാക്കി ബാംബു വെറൈറ്റീസ് ഒക്കെയാണ് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. മതിലാണെങ്കിൽ പോലും അടിപൊളി ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഒക്കെ അവർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും ഈ സൈഡിൽ കുറേ ഓർക്കിഡ് വെറൈറ്റീസ് ഹാങ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഓർക്കിഡ്സിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് വരാം അല്ലേ. ഇവിടെ ഇഷ്ടംപോലെ കാക്ടസ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 2-2.5 വർഷം മുന്നേ ഉണ്ടായ പ്രളയത്തിൽ ഈ ഒരു ഏരിയ ഒക്കെ വല്ലാതെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ ചെടികൾ ഒഴുകിപ്പോയിട്ടുണ്ട്, അതുപോലെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ചെടികൾ നഷ്ടപ്പെട്ട കുറേ പേര് എനിക്കറിയാം കേട്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആലുവ ഭാഗത്ത്. പക്ഷേ അതൊരു നഷ്ടപ്പെട്ട വേദനയിൽ പോലും അവർ പല രീതിയിലുള്ള പ്ലാന്റ്സ് വീണ്ടും വെച്ച് പിടിപ്പിച്ച് അവരുടെ വീടിനെ അടിപൊളിയാക്കി മാറ്റിയേക്കാണ്. ഇതൊക്കെയാണ് ആൻറ്റിയുടെ എഡീനിയം കളക്ഷൻസും അതുപോലെ തന്നെ ഓർക്കിഡ് കളക്ഷൻസും. ഭയങ്കര വെറൈറ്റിയിലുള്ള ഓർക്കിഡ്സാണ്. അപ്പോൾ ഞാനിവിടെ മാക്സിമം ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് ഫ്ലവർ ചെയ്തിട്ടുള്ള ഓർക്കിഡ്സാണ് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഗാർഡൻ ടൂറൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. എൻ്റെ ക്യാമറ ചാർജൊക്കെ തീർന്നു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു ഗാർഡൻ ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ, മിസ് ഔട്ട് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.